വൈക്കം സെന്റ് ലിറ്റിൽ തെരേസാസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ സമാപനം ജനുവരി മാസം 7-8 തീയതികളിൽ നടക്കും. ജനുവരി 7 വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. വൈക്കത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ നിസ്തുല സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന വൈക്കം സെന്റ് ലിറ്റിൽ തെരേസാസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ സമാപനം ജനുവരി മാസം 7-8 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂൾ വജ്ര ജൂബിലി ആഘോഷ സമാപനം, യാത്രയയപ്പ് സമ്മേളനം, അധ്യാപക രക്ഷാകർതൃ ദിനം എന്നിവ വിപുലമായ പരിപാടികളോടെ നടക്കും. ജനുവരി 7 രാവിലെ 10 പതാക ഉയർത്തൽ, തുടർന്ന് വജ്ര ജൂബിലി സ്മാരക ഓഡിറ്റോറിയത്തിന്റെ വെഞ്ചരിപ്പ്, വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. വൈക്കം സെന്റ് ജോസഫ് ഫൊറോന പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു സ്കൂളാണിത്. പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല, കായിക രംഗത്തും കലാരംഗത്തും സാഹിത്യരംഗത്തും ഒക്കെ വളരെയേറെ ഉന്നത വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ്. ഇതിൻ്റെ 75-ാം വാർഷികത്തിൻ്റെ സമാപന ആഘോഷങ്ങൾ ഈ മാസം ജനുവരി 7-8 തീയതികളിലായിട്ടാണ് നടത്തുന്നത്. അതിന് 75 ദിവസങ്ങൾക്ക് മുമ്പ് 2024 നവംബർ 25-ാം തീയതി ഇതിൻ്റെ ഒരു ഉദ്ഘാടനം നടത്തുകയുണ്ടായി. അഭിവന്യ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് ബിഷപ്പാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. വലിയൊരു ഘോഷയാത്രയായിട്ട് വന്നാണ് ആ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഇത് വളരെ മനോഹരമായി. ഇനി 7-8 തീയതികളിൽ നമ്മളിത് ആഘോഷിക്കുമ്പോൾ പ്രശസ്തരായ പലരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനാണ് അത് നിർവഹിക്കുന്നത്. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ബർക്ക്മാൻസ് കോട്ടയ്ക്കൽ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് MP മുഖ്യ പ്രഭാഷണം നടത്തും. വൈക്കം MLA ശ്രീമതി CK ആശ സ്മരണിക പ്രകാശനവും, വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ് ഉപഹാര സമർപ്പണവും, വാർഡ് കൗൺസിലർ R സന്തോഷ് പ്രതിഭകളെ ആദരിക്കലും നിർവഹിക്കും. ഓഡിറ്റോറിയത്തിൻ്റെ പണിയും ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതും 7-ാം തീയതി രാവിലെ തന്നെ ബഹുമാനപ്പെട്ട ഈ സ്കൂൾ മാനേജർ കൂടിയായിട്ടുള്ള സെൻറ്റ് ജോസഫ് ഫൊറോൻ ചർച്ച് വികാരി ഫാദർ ബർക്ക്മാൻസ് കോട്ടയ്ക്കൽ അത് രാവിലെ നിർവഹിക്കും. ആ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നമ്മുടെ പൊതുസമ്മേളനം നടക്കുക. ഏതാണ്ട് 5000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ഓഡിറ്റോറിയമാണ്, മനോഹരമായ ഒരു ഓഡിറ്റോറിയമാണ് നിർവഹിച്ച് തന്നിട്ടുള്ളത്. അതിന് സ്കൂൾ മാനേജ്മെൻറ്റിനോട് PTA-ക്കും അതുപോലെ തന്നെ സ്കൂളിനും വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. സ്കൂൾ പ്രിൻസിപ്പൽ സിൽവി തോമസ് കാട്ടയത്ത്, ഹെഡ് മിസ്സസ് മിനി അഗസ്റ്റിൻ, PTA പ്രസിഡന്റ് NC തോമസ്, സെന്റ് ജോസഫ് ഫൊറോന പള്ളി ട്രസ്റ്റി മാത്യു ജോസഫ് കോടാലിച്ചിറ, സോണി പുതവേലി, അധ്യാപക പ്രതിനിധി ആശാ സെബാസ്റ്റ്യൻ, വിദ്യാർത്ഥി പ്രതിനിധി കുമാരി മരിയറ്റ് ജോസി, സ്കൂൾ ലീഡർ കുമാരി സഹല ഫാത്തിമ, ജൂബിലി കൺവീനർ മാത്യു കൂടലെ തുടങ്ങിയവർ സംസാരിക്കും. 75 ദിവസം അവർക്കൊരു ആഘോഷത്തിമുറപ്പായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് പരിപാടികൾ നമ്മളിവിടെ ആസൂത്രണം ചെയ്തു. അതിൽ പറയപ്പെട്ട ഈ കബഡി കോമ്പറ്റീഷൻ ഇന്റർ സ്കൂളുകളെ ഏർപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 11ഓളം സ്കൂളുകൾ അതിൽ പങ്കെടുത്തു. അതിൽ 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ടി.വിപുരം ഹയർ സെക്കൻഡറി സ്കൂളും, 2ാം സ്ഥാനം സെന്റ് ലിറ്റിൽ തെരേസാസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും, 3ാം സ്ഥാനം ചങ്ങനാശ്ശേരി സ്കൂളുമാണ്. തുടർന്ന് മ്യൂസിക്കൽ ബാൻഡും നടക്കും. 8-ന് വിവിധ കലാപരിപാടികളും നടക്കും. ഏകദേശം ഈ ഒരു വർഷക്കാലമായിട്ട് നമ്മൾ ഈ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഒറ്റയാണ് പ്രവർത്തനം നടത്തി കഴിഞ്ഞു. നമ്മുടെ നവീകരിച്ച കഞ്ഞിപ്പുര, അതുപോലെ തന്നെ ഡൈനിങ് ഹാൾ, അതുപോലെ നവീകരിച്ച ടോയ്ലറ്റുകൾ, അതോടൊപ്പം തന്നെ ഈ വർഷം ജൂബിലിയുടെ സംഭാവനയായിട്ട് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് ഒരു ഓഡിറ്റോറിയം തന്നെ നമ്മളിവിടെ പൂർത്തീകരിക്കുകയാണ് ഇതിൻ്റെ മെമ്മോറിയലായിട്ട്. അതുപോലെ തന്നെ ഇതിന് മാറ്റുകൂട്ടുന്നതിന് വേണ്ടിയിട്ടായിട്ട് പ്രസിദ്ധ സംവിധായകനായ ഗൗതം മിറ്റ്സിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മ്യൂസിക് ബാൻഡ് തന്നെ നമ്മൾ അന്നത്തേക്ക് മാറ്റുകൂട്ടുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. ഇതിലേക്ക് വേദാമിത്ര, അതുപോലെ ദീപക് നായർ, അതുപോലെ ജോൺ ലിഗർ തുടങ്ങിയ പ്രഗത്ഭരായ താരങ്ങൾ ഇവിടെ നിരക്കുന്ന ഒരു പരിപാടി കൂടി നമ്മളിവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിഷൻ ന്യൂസ്, വൈക്കം.